കൂടാരത്തിൽ ആർ പാർക്കും? യഹോവേ, നിന്റെ കൂടാരത്തിൽ ആര് പാർക്കും? നിന്റെ വിശുദ്ധ പർവ്വതത്തിൽ ആര് വസിക്കും? ആദ്യത്തെ വാക്യമാണ്. സങ്കീർത്തനക്കാരൻ്റെ ചോദ്യമാണ്. ചോദ്യവും ഉത്തരവും എല്ലാം അതിനകത്തുണ്ട്. യഹോവേ, നിന്റെ കൂടാരത്തിൽ ആര് പാർക്കും? നമ്മൾ ഈ ആരാധന കൂടുന്നതും പ്രാർത്ഥന നടത്തുന്നതും ഇടയോഗം നടത്തുന്നതും എല്ലാം ദൈവസന്നിധിയിൽ നമ്മൾ ചെന്ന് ചേരാൻ വേണ്ടിയാണ്, വേറെ ഒരു കാര്യവുമല്ല. ദൈവസന്നിധിയിൽ നമ്മൾ ചെല്ലണം, അതല്ലാതെ വേറെ നമുക്കൊരു ഉദ്ദേശവുമില്ല. നമുക്ക് വേറെ ഒരു പൊളിറ്റിക്സും ഇല്ല ഇതിനകത്ത്. പൊളിറ്റിക്സുകളൊക്കെ ഉള്ള സ്ഥലങ്ങളുണ്ട്, ഹല്ലേലൂയ. പക്ഷെ നമുക്ക് അങ്ങനെയില്ല. കാരണം നമുക്ക് ശ്രദ്ധിക്കേണ്ടത്, സ്തോത്രം, ഹല്ലേലൂയ, ദൈവസന്നിധി പോകണം. യഹോവേ, നിൻ്റെ കൂടാരത്തിൽ ആര് പാർക്കും? സ്തോത്രം. ഈ ചോദ്യത്തിൻ്റെ മറുപടി നമുക്ക് പറയാൻ കഴിയുമോ? സ്തോത്രം. കർത്താവേ, നിൻ്റെ സന്നിധിയിൽ ഞാൻ വസിക്കും, നിൻ്റെ സന്നിധിയിൽ ഞാൻ വസിക്കും, നിൻ്റെ സന്നിധിയിലെ സന്തോഷം ഞാൻ മനസ്സിലാക്കും. ഹല്ലേലൂയ. 23-ാം സങ്കീർത്തനം 6-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, സ്തോത്രം, 23-ാം സങ്കീർത്തനം, നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ എന്തു ചെയ്യും? പിന്തുടരും. ഹല്ലേലൂയ. അവിടെ യഹോവ ഭക്തനായ മനുഷ്യൻ പറയുകയാണ്, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല എന്ന് പറഞ്ഞിട്ട് അവസാനം അവൻ്റെ ഒരു ശുഭാപ്തി വിശ്വാസമാണ്. അവൻ്റെ ഒരു വിശ്വാസം എന്താ? നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലം എന്നെ എന്തു ചെയ്യും? പിന്തുടരും. നന്മയും കരുണയും. നമ്മളാരും പട്ടുപോകത്തില്ല കേട്ടോ. നമ്മളാരും ഓർത്ത് ഭാരപ്പെടേണ്ട കാര്യമില്ല. തകർന്നു പോകുമെന്ന് ലോകം പറഞ്ഞാൽ നമ്മളങ്ങനെ തകർന്നൊന്നും പോവുകയില്ല. അല്പമായ ഭാരങ്ങളും പ്രയാസങ്ങളും കടഭാരങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നെന്നോർത്താലും സങ്കീർത്തനക്കാരൻ പറയുന്ന പോലെ പറയണം, നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ എന്തു ചെയ്യും? പിന്തുടരും. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലം ഒന്ന് ഏറ്റെടുത്ത് പറയാമോ? ഹല്ലേലൂയ. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലം എന്നെ പിന്തുടരും. നമ്മളത് പറയണം. നമ്മുടെ നാവിനൊരു ശക്തിയുണ്ട് കേട്ടോ. നമ്മുടെ നാവിനൊരു ശക്തിയുണ്ട്. ഞാൻ എപ്പോഴും പറയുന്നത്, സായിപ്പന്മാരെല്ലാം ഗുഡ് മോർണിംഗും ഗുഡ് ഈവനിങ്ങും ഗുഡ് നൈറ്റും ഒക്കെ പറയുന്നതിൻ്റെ കാര്യം എന്നാന്ന് ചോദിച്ചാൽ, അവരുടെ ആ ആഗ്രഹം, അവരുടെ താല്പര്യം, ഹല്ലേലൂയ, നാം എന്തു പറയുന്നോ അത് തന്നെ സംഭവിക്കും. നാം എന്ത് പ്രസംഗിക്കുന്നോ അത് തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് ശോധനയ്ക്ക് വരും. കഴിഞ്ഞ ദിവസം ഒരു ദൈവദാസൻ പറഞ്ഞു, കഷ്ടതയെക്കുറിച്ചാണ് പ്രസംഗിക്കുന്നത്. തൻ്റെ അമ്മ അവനോട് പറഞ്ഞു, നീ ഇനി ആ പ്രസംഗം അവസാനിപ്പിക്കാൻ പറഞ്ഞു. കാരണം തൻ്റെ ജീവിതത്തിൽ കഷ്ടതയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മളെപ്പോഴും പോസിറ്റീവായി ചിന്തിക്കണം. പോസിറ്റീവായി ഒരു പോസിറ്റീവ് എനർജി നമ്മുടെ ജീവിതത്തിൽ വേണം. ഹല്ലേലൂയ. എപ്പോഴും അങ്ങനെ പറയാവുള്ളൂ. എല്ലാം നടക്കും, കാര്യം സാധിക്കും. ആ ഒരു ചിന്തയോടെ, ആ ഒരു താല്പര്യം വേണം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പറയാൻ. നമ്മൾ തകർന്നു പോകും, ഇല്ലാതായി പോകും, നശിച്ചു പോകും എന്നൊക്കെ നമ്മുടെ ഉള്ളിൽ ചിന്ത വരുവാണെങ്കിൽ പിശാചിടയ്ക്ക് ആ ചിന്ത കൊണ്ടുപോയി ഇട്ടും. പക്ഷെ നമ്മൾ അതിനെ ഒന്ന് അതിജീവിക്കണം. സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ പറയുകയാണ്, നിൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ ആർ വസിക്കും? അടുത്ത മറുപടി പറയുകയാണ്, നിഷ്കളങ്കനായി. മറുപടി നമ്മൾ എല്ലാവരെയും ബോധിപ്പിക്കണമെന്നില്ല കേട്ടോ. നമ്മൾ ദൈവത്തെ അങ്ങ് പ്രസാദിപ്പിച്ച് ജീവിച്ചാൽ മതി. ദൈവസന്നിധിയിൽ നിന്നാണ് നമുക്കൊരു സാക്ഷ്യം വേണ്ടത്. നമ്മൾ ഈ പുറമേ കാണുന്ന നമ്മളല്ല കേട്ടോ അകമേ. അത് വളരെ കൃത്യമായി അറിയണം. ഈ പുറമേ നമ്മൾ ഒത്തിരി അഭിനയിക്കും. ഹല്ലേലൂയ. അഭിനയം നമുക്കൊത്തിരി ഉണ്ട്. ആത്മീയമായ അഭിനയം നമുക്കൊത്തിരി ഉണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. അഭിനയത്തിൻ്റെ കാര്യമില്ല. നമ്മൾ സ്വർഗത്തിലെ ദൈവം പറയണം, നിഷ്കളങ്കനായി ആണ് ഇവൻ നടക്കുന്നത്. നഥനയേലിനെ കുറിച്ച് കർത്താവ് ഒരിക്കൽ സാക്ഷ്യം പറയുന്നത് കേൾക്കണം. നഥനയേൽ, സ്തോത്രം, ഹല്ലേലൂയ, കടന്നു വരുന്ന കണ്ടു കഴിഞ്ഞപ്പോൾ നഥനയേലിനെ കുറിച്ച് കർത്താവ് പറയുകയാണ്, ഇതാ സാക്ഷാൽ ഇസ്രായേല്യൻ, ഇവനിൽ എന്തില്ല? കപടമില്ല. നമ്മൾ നടന്നു വരുമ്പോഴും കർത്താവ് അങ്ങനെ പറയണം. നമ്മൾ കടന്നു വരുമ്പോഴും കർത്താവ് അങ്ങനെ പറയണം, ഇവൻ സാക്ഷാൽ ഇസ്രായേലിനാ, ഇവനിൽ കപടമില്ല. നമ്മൾ പരിശോധിക്കണം കേട്ടോ, കപടമുണ്ടോ എന്ന്. ഈ കപടം കൊണ്ടും ഒന്നും നേടുകയില്ല കേട്ടോ.
കപടം കൊണ്ടും കള്ളനാവ് കൊണ്ടും ഒന്നും നേടത്തില്ല. സ്തോത്രം. ഒന്നും നേടാൻ പറ്റത്തില്ല. സ്തോത്രം. നമുക്ക് സമ്പത്തുണ്ടാകണമെങ്കിലും സമ്പത്തുണ്ടാകാൻ നമ്മുടെ കൈകളെ ബലപ്പെടുത്തുന്ന ആരാന്നറിയാവോ? ദൈവമാണ്. ഹല്ലേലൂയ. സമ്പത്തുണ്ടാകണേ ദൈവം തന്നാലേ ഉണ്ടാകത്തുള്ളൂ. ദൈവം തന്നാലേ ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ വളഞ്ഞ വഴിക്ക് വേണ്ടി പോകേണ്ട കാര്യമില്ല. ഇന്ന് ലോകത്തിൽ മുഴുവനും വളഞ്ഞ വഴിയാണ്. ഹല്ലേലൂയ. സമ്പത്തുണ്ടാകാൻ വേണ്ടി എന്തെല്ലാം ഈ കോൺട്രാക്റ്റ് വർക്കേഴ്സിനോട് ചോദിച്ചാൽ അറിയാം. കോൺട്രാക്റ്റ് വർക്ക് മുഴുവൻ ഉടായിപ്പാണ്. ഈ പാലൊക്കെ താഴെ പോകുന്നതും ഒക്കെ അതിൻ്റെ കാര്യങ്ങൾ അത് ഞങ്ങളൊക്കെ ചെയ്യിച്ചിട്ടുള്ളതാണ്. കാരണം അവർക്ക് ലാഭമാണ് വേണ്ടിയത്. അവർക്ക് ലാഭമാണ് വേണ്ടിയത്. ലാഭമാണ് വേണ്ടിയത്. ആ ലാഭത്തിന് വേണ്ടി എന്തെല്ലാം ചെയ്യാമോ ആ കാര്യങ്ങൾ ചെയ്യും. സ്തോത്രം. പ്രിയമുള്ളവരെ, നമ്മൾ ശ്രദ്ധിക്കണമേ. സ്തോത്രം. നമ്മളോടുള്ള ബന്ധത്തിൽ നമ്മൾ നിഷ്കളങ്കരായി നടക്കണം. സക്കറിയ പ്രവാചകൻ്റെ പുസ്തകം 8-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. സക്കറിയ പ്രവാചകൻ്റെ പുസ്തകം 8. എടുത്തൊരു വായിച്ചു. സക്കറിയ പ്രവാചകൻ്റെ പുസ്തകം 8-ാം അധ്യായം 3-ാമത്തെ വാക്യം. ഞാൻ കണ്ടോ, യഹോവയുടെ കൂടാരത്തിൽ വസിക്കുമ്പം കർത്താവ് പറയാണ്, ഞാൻ സിയോനിലേക്ക് എന്തു ചെയ്യും? മടങ്ങി വരും. സിയോനിലേക്ക് മടങ്ങി വരുന്ന ഒരനുഭവമുണ്ട്. നമ്മളിപ്പോൾ സഹസ്രാബ്ദത്തെക്കുറിച്ചാണ് ഇവിടെ ബൈബിൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. സിയോനിലേക്ക് ദൈവമായ കർത്താവ് മടങ്ങി വരും. എന്നിട്ട് അവരുടെ മധ്യേ എന്ത് ചെയ്യും? വായിച്ച മോളെ, മൈക്ക് വായിച്ചേ. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ സിയോനിലേക്ക് മടങ്ങി വന്ന് യെരൂശലേമിന്റെ മധ്യേ വസിക്കും. യെരൂശലേമിന് സത്യനഗരം എന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ പർവ്വതത്തിന് വിശുദ്ധ പർവ്വതം എന്ന് പേർ. വിശുദ്ധ പർവ്വതം എന്നും പറയും. ഹല്ലേലൂയ. ഈ ചിന്തയൊക്കെ ദാവീദിനുള്ളത് കൊണ്ടാണ് നിന്റെ വിശുദ്ധ പർവ്വതത്തിൽ ആര് വസിക്കുമെന്ന് പറയുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവമക്കൾക്ക് കർത്താവിനോടൊത്തൊരു വാസമുണ്ട്. സ്തോത്രം. അതിന് നമ്മൾ നിഷ്കളങ്കനായിരിക്കും. നോഹയെക്കുറിച്ച് ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിൽ പറയുന്നൊരു വാക്യമുണ്ട്. നോഹയുടെ വംശപാരമ്പര്യം തന്നെ എന്താ? വായിച്ച നമ്മള് ഉൽപ്പത്തി 6:9. നോഹയുടെ വംശപാരമ്പര്യം കേട്ടോ. അവന്റെ വംശപാരമ്പര്യം എന്ന് പറയുന്നത് തന്നെ എന്താ? നോഹ നീതിമാനും. അപ്പൊ ചില കുടുംബങ്ങളെ കുറിച്ച് ചില പാരമ്പര്യ ആളുകൾ പറയും. നമ്മുടെ എല്ലാ കുടുംബങ്ങളെക്കുറിച്ചും നമ്മൾ നല്ലത് പറയുമെങ്കിലും പുറത്തെ ആളുകൾക്ക് നമ്മളെക്കുറിച്ച് ഒരു ചില ചിന്തകളുണ്ട്. ചില കുടുംബത്തിലെ ആളുകൾ അവരുടെ സ്വഭാവം അവരുടെ എല്ലാ രീതിയിലും കാണിക്കും. നമുക്കറിയാം, നമ്മുടെ അടുത്തൊക്കെ താമസിക്കുന്ന ആളുകൾ അവരുടെ സ്വഭാവം അവരെപ്പോഴും അവരുടെ പ്രവൃത്തിയിൽ കാണിച്ചുകൊണ്ടിരിക്കും. അവരുടെ പ്രവൃത്തിയിൽ അവരത് കാണിച്ചുകൊണ്ടിരിക്കും. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ നോഹയുടെ വംശപാരമ്പര്യം തന്നെ എന്താണ്? അവൻ വംശപാരമ്പര്യം എന്തെന്നാൽ നോഹ നീതിമാനും തന്റെ തലമുറയിൽ നിഷ്കളങ്കനുമായിരുന്നു. നോഹ നീതിമാനും തൻ്റെ തലമുറയിൽ ആരായിരുന്നു? നിഷ്കളങ്കനുമായിരുന്നു. നമുക്കിതൊന്നും കേട്ടുകൊണ്ട് കാര്യമില്ല. കേട്ടുകൊണ്ട് കാര്യമില്ല. നമ്മളങ്ങനെ ആയി തീരണം. ആയി തീർന്നിട്ടേ കാര്യമുള്ളൂ. സ്തോത്രം. നമ്മൾ ആ ലെവലിലേക്ക് വരണം. നമുക്കിവിടെയുള്ള ആളുകൾ വേറെ ഒരു ഭാരവും നിങ്ങൾ അറിയണ്ട. സ്തോത്രം. ദൈവസന്നിധി പോകണം. അതിനുവേണ്ടി എനിക്ക് എന്നാ ചെയ്യാൻ പറ്റും? ഹല്ലേലൂയ. അതിനുവേണ്ടി എനിക്കെന്ത് ചെയ്യാൻ പറ്റും? മറ്റ് പലയിടങ്ങളിലും ഭയങ്കര ഭാരങ്ങളാണ്. ഓരോ സഭയിലും ഒത്തിരി ഭാരങ്ങൾ വെക്കാറുണ്ട്. ആ പിരിവ്, ഈ പിരിവ്, അത് ഇത്, ഇങ്ങനെ പറഞ്ഞ് ഒത്തിരി കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുക. നമ്മളതെല്ലാം പരമാവധി ഒഴിവാക്കിയാണ് പോകുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പം നമ്മുടെ ലക്ഷ്യം എന്നാന്ന് ചോദിച്ചാൽ, സ്തോത്രം, ദൈവസന്നിധിയിൽ വസിക്കണം, ദൈവസന്നിധി പോകണം. അല്ലാതെ വേറെ കാര്യങ്ങൾ ഒന്നുമില്ല. ഹല്ലേലൂയ. ചില നമ്മുടെ സഭകളിൽ, പല സഭകളെക്കുറിച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. അവിടുത്തെ മൂപ്പന്മാർ കുറേ പേര് കാണും. അവരെപ്പോഴും സ്റ്റേജിലായിരിക്കും. അവർ സ്റ്റേജിൽ ഇങ്ങനെ നിരനിരയായിട്ടിരിക്കും. പാസ്റ്റർമാർ അവരുടെ മധ്യേ നിന്ന് വിറച്ച പ്രസംഗിക്കുന്നത്. കാരണം എന്തെങ്കിലും ഒന്ന് നാവ് പഴച്ചാൽ തന്നെ യോഗം കഴിയുമ്പോഴത്തേക്ക് ഇവരങ്ങ് വല്ലാതെ ഇത് ചെയ്യും. പിന്നെ ഈ ഇരിക്കുന്ന മൂപ്പന്മാരെ ഒക്കെ എന്ത് ചെയ്യണം? വാഴ്ത്തണം. മറ്റ് സഭകളിൽ പരിചയമുള്ളവർക്ക് ഇതൊക്കെ അറിയാം. ഇരിക്കുന്ന മൂപ്പന്മാർ അച്ചാൻ്റെ മക്കൾ എവിടെയാണെന്ന് വെച്ചാൽ അതെല്ലാം പറയണം. അച്ചായന് ഒരു ഭയങ്കര അനുഗ്രഹമാണെന്നൊക്കെ പറയണം. എന്നാലേ അവിടെ 3 വർഷമെങ്കിലും പിടിച്ചു നിൽക്കാൻ പറ്റത്തുള്ളൂ. സ്തോത്രം.
ഹല്ലേലൂയ. ഇങ്ങനത്തെ അച്ചായന്മാരൊന്നും സ്വർഗത്തിൽ പോകാൻ പോകുന്നില്ല കേട്ടോ. ഇവിടെ മന്ത്രപ്പട്ടയൊക്കെ വീതിയാക്കി വിശാലമായിട്ടിരിക്കാം. കാരണം അവരത് ആഗ്രഹിക്കുന്നതാണ്. പഴയ കാലത്ത് സ്തുതിപാഠകന്മാരുണ്ടായിരുന്നു മുതലാളിമാർക്ക്. സ്തുതിപാഠകന്മാരെ ഇങ്ങനെ നിർത്തിയിട്ടുണ്ട്. അതുപോലെയൊക്കെ ആത്മീയ ലോകത്തിലേക്ക് വന്നേക്കുക. സ്തോത്രം. എന്നാലേ നിൽക്കാൻ പറ്റത്തുള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. നമ്മൾ ശ്രദ്ധിക്കണം, നമുക്ക് സ്വർഗത്തിൽ പോകണം, ദൈവത്തോടൊപ്പം വസിക്കണം. അതിന് തടസ്സമായി നമ്മുടെ ജീവിതത്തിൽ നിൽക്കുന്ന ഏതെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരും. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം? ക്രമീകരിക്കണം. ഞാനിവിടെ പറയാത്ത ഒരു വചനവും ഇല്ല. എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട്. എത്ര നാളായി പ്രസംഗിക്കാൻ തുടങ്ങിയ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ഹല്ലേലൂയ. പെട്ടെന്ന് നമ്മുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും ചിലപ്പോൾ വീട്ടിലാണേലും ഇടയിലാണെങ്കിലും ഒക്കെ കടന്നു വരാം. പെട്ടെന്നൊരു കാര്യം നമുക്ക് കടന്നു വരാം. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. കടന്നു വരാൻ തന്നെ മാർഗം. ചിലയിടത്ത് ഭർത്താവിന് ആരാധനയ്ക്ക് പോകാൻ വേണ്ടി പെട്ടെന്ന് ഭാര്യ തേപ്പുപെട്ടി എടുത്ത് ഒരു തേക്കും. ചിലപ്പോൾ ആ തേപ്പുപെട്ടിയിൽ ആ ഉടുപ്പങ്ങ് പറ്റിയിരിക്കും. അതോടെ അന്നത്തെ ആരാധനയും തീർന്നു. പിന്നെ നടക്കുന്ന സംഭവങ്ങളൊക്കെ. കാരണം ചിലപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സംഭവിക്കാം. പല കാര്യങ്ങൾ സംഭവിക്കാം. സ്തോത്രം. ഹല്ലേലൂയ. ചില ആളുകൾ വണ്ടിയുടെ താക്കോൽ വണ്ടിക്കകത്തിട്ടേച്ച് പൂട്ടിയേച്ച് ഇറങ്ങി വരും. അപ്പം പ്രശ്നങ്ങൾ എപ്പോഴും നമുക്ക് സംഭവിക്കാം. സ്തോത്രം. അതിനകത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? സംയമനം പാലിക്കുക. സങ്കീർത്തനത്തിലേക്ക് മടങ്ങി വരാം. നിഷ്കളങ്കനായി നടന്ന നീതി പ്രവർത്തിക്കുകയും ഹൃദയപൂർവ്വം. എന്തെങ്കിലും പറയുന്നുണ്ടേ സത്യമാകണം. എല്ലാം ഒന്നും പറയണ്ട. ഒത്തിരി പറയാത്തതാണ് നമുക്ക് നല്ലത്. ഇനി പറയുന്ന കാര്യം എന്തായിരിക്കണം? സത്യമായിരിക്കണം. നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ഭാവനയെ കാണരുത് കേട്ടോ. നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ഇങ്ങനെ ഭാവനയെ കാണുന്നവരാ. അതങ്ങനെ പറഞ്ഞത് എന്നോടാണെന്നോ പറഞ്ഞേ, അല്ലെങ്കിൽ അതെന്താ കാര്യം, ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി മനസ്സിൽ പോലും ചിന്തിക്കാത്ത കാര്യങ്ങൾ മനുഷ്യർ പറയും. മനസ്സിൽ പോലും ചിന്തിക്കാത്ത. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ വിചാരിച്ചാൽ നമ്മുടെ വീടുകളിൽ സമാധാനം ഉണ്ടാകത്തില്ലേ? നമ്മൾ വിചാരിച്ചാൽ വീടുകളിൽ സമാധാനം ഉണ്ടാകത്തില്ലേ? ഹല്ലേലൂയ. ഞാൻ ഇന്നലെ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞായിരുന്നു, ഞാനൊരു മൊബൈലിലൊരു കാർട്ടൂൺ പോലെ വന്നു. അത് നോക്കിയപ്പം ഭർത്താവ് ഓഫീസിൽ നിന്ന് വന്നപ്പോൾ ഭാര്യ വന്ന് കതക് തുറന്നു. അപ്പോൾ ഭാര്യയുടെ വായിൽ ഒരു പ്ലാസ്റ്റർ പുള്ളിക്കാരി അങ്ങ് ഒട്ടിച്ചേക്കുക. ഏതാ ഡോക്ടർമാർ പറഞ്ഞു കൊടുത്ത മരുന്നാണ്. ഭർത്താവ് ഓഫീസിൽ നിന്ന് വരുമ്പോൾ ഭാര്യ എന്ത് ചെയ്യണം? ഒരു പ്ലാസ്റ്റർ വായിൽ ഒട്ടിച്ചേക്കുക. അപ്പോഴത്തേക്ക് പ്ലാസ്റ്റർ ഒട്ടിച്ച് ഇയാൾ വന്ന് കോളിംഗ് ബെല്ല് അടിച്ചപ്പോൾ ഭാര്യ എന്ന് തുറന്നു കഴിഞ്ഞപ്പോൾ ഞാൻ കണ്ടത് അവരുണ്ടാക്കിയവരേതായാലും മിടുക്കരാ കേട്ടോ. ഭാര്യ അത് ചെന്ന് തുറന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഭർത്താവ് കയറി വന്നപ്പോഴത്തേക്ക് ചെവിയിലകത്ത് 2 പേപ്പറിൻ്റെ കപ്പ് ഗ്ലാസ് വെച്ചിട്ട് ഒട്ടിച്ചേക്കുവാണ്. എന്നുവെച്ചാൽ ഇവള് പറയുന്ന ഒന്നും അവൻ എന്ത് ചെയ്യല, കേൾക്കുകയല്ല. എന്തൊരു സമാധാനം! ഈ പ്ലാസ്റ്ററും ഇല്ല, ഈ ചെവിയിൽ ഇത് ഇല്ലെങ്കിൽ അന്ന് വൈകിട്ട് നല്ല സന്തോഷം. അപ്പോൾ എവിടെയൊക്കെ ഒട്ടിക്കണമെന്നൊക്കെയുള്ളത് നമ്മൾ ചിന്തിച്ചാൽ മതി. ആരൊക്കെ ഒട്ടിക്കണമെന്നുള്ളത്. സമാധാനം ഉണ്ടാകണമെങ്കിൽ ഇതൊക്കെ പറ്റുള്ളൂ. സമാധാനം ഉണ്ടെങ്കിൽ സ്തോത്രം. സമാധാനം കെടാൻ എത്ര കാര്യം വേണം? ഹല്ലേലൂയ. ഏത് സമയം സമാധാനം കെടാം. സ്തോത്രം. അതുകൊണ്ട് നിഷ്കളങ്കനായി നടന്ന നീതി പ്രവർത്തിക്കുകയും ഹൃദയപൂർവ്വം സത്യം സംസാരിക്കുകയും. നമ്മൾ സംസാരിക്കുന്നത് ഹൃദയപൂർവ്വം സത്യമായിരിക്കണം. ഞാൻ എനിക്ക് പല ഗ്രൂപ്പുകൾ നമ്മുടെ സെൻറ്ററിനോടുള്ള ബന്ധത്തിലുമുണ്ട്. ചില ആളുകൾ ഇടുന്ന മെസ്സേജ് എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലുമൊക്കെ കൊള്ളിച്ചാണ് മെസ്സേജ് ഇടുന്നത്. എവിടെയെങ്കിലുമൊക്കെ ഒന്ന് കൊള്ളണം, അങ്ങനെ ചിന്തയോടെ ചെയ്യുന്നവരുണ്ട്. പക്ഷേ ആ കൊള്ളണമെന്നുള്ള ഹൃദയപൂർവ്വം സത്യം നമ്മൾ പറഞ്ഞാൽ സത്യമേ പറയാവുള്ളൂ, ഇല്ലേ പറയരുത്. സ്തോത്രം. ഹൃദയപൂർവ്വം എന്ത് ചെയ്യണം? സത്യം. സക്കറിയ പ്രവാചകൻ്റെ പുസ്തകം 5-ാം അധ്യായം 3 വാക്യങ്ങളൊന്ന് വായിക്കാം. സ്തോത്രം. സക്കറിയ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം 3 വാക്യങ്ങൾ. അവൻ എന്നോട് പറഞ്ഞത്, ഇത് സർവ്വദേശത്തെയും സർവ്വദേശത്തിലേക്കും പുറപ്പെടുന്ന ശാപമാകുന്നു. മോഷ്ടിക്കുന്നവൻ ഒക്കെയും അതുപോലെ ഇവിടെ നിന്ന് പാറിപ്പോകും. സക്കറിയ പ്രവാചകന് ദൈവം ഒരു ദർശനം കാണിക്കുക. പാളിപ്പോകുന്ന ഒരു ചുരുളാണ് കാണിച്ചത്.
അപ്പോൾ അതെന്താണെന്ന് അവന് പറഞ്ഞു കൊടുക്കുകയാണ്. എന്താണ് ഇത്? സർവ്വലോകത്തിലേക്കും പുറപ്പെടുന്ന ശാപമാണ്. അടുത്തത്, മോഷ്ടിക്കുന്നവനൊക്കെയും അതുപോലെ ഇവിടെ നിന്ന് പാറിപ്പോകും. അതുപോലെ ഇവിടെ നിന്ന് പാറിപ്പോകും. വളരെ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ ജീവിതത്തിൽ അറിയാതെ ഒന്നും നമ്മുടെ കയ്യിൽ വരാൻ പാടില്ല. അധ്വാനിക്കാതെ കാശ് പോലും മേടിക്കാൻ പാടില്ല കേട്ടോ. അധ്വാനിക്കാതെ കാശ് പോലും മേടിക്കാൻ പാടില്ല. കാരണം എന്നാന്ന് ചോദിച്ചാൽ അതിന് വചനം കൃത്യമായി പറയാം. മോഷ്ടിക്കുന്നവനൊക്കെയും എന്തു ചെയ്യും? ഇവിടെ നിന്ന് പാറിപ്പോകും. സത്യം ചെയ്യുന്നവനൊക്കെയും അതുപോലെ ഇവിടെ നിന്ന് പാറിപ്പോകും. ഞാൻ അതിനെ പുറപ്പെടുവിച്ചിട്ട് അത് കള്ളന്റെ വീട്ടിലേക്കും എന്റെ നാമത്തിന്റെ കള്ളസത്യം ചെയ്യുന്നവന്റെ വീട്ടിലേക്കും എന്റെ നാമത്തിൽ കള്ളസത്യം ചെയ്യുന്നവന്റെ വീട്ടിലേക്കും അത് ചെല്ലും. എന്നിട്ട് എന്ത് ചെയ്യും? അത് അവന്റെ വീട്ടിനകത്ത് താമസിക്കും. നമ്മൾ വളരെ ശ്രദ്ധിക്കണം കേട്ടോ. അതിൻ്റെ ആശയങ്ങൾ നിങ്ങളും വ്യാഖ്യാനിച്ചാൽ മതി. നമ്മൾ നേരോടെ അല്ലെങ്കിൽ ഹൃദയപൂർവ്വം അല്ലെങ്കിൽ സത്യമല്ല സംസാരിക്കുന്നതെങ്കിൽ, സത്യത്തിന് വിരുദ്ധമായ കാര്യമാണ് പറയുന്നതെങ്കിൽ അത് നമ്മുടെ വീട്ടിലോട്ട് വരുമെന്ന് എന്തോരം ഭയത്തോടെ നമ്മളായിരിക്കണം. നമ്മൾ പറയുന്ന കാര്യം സത്യവും അല്ല, അനിഷ്ടമില്ലാത്ത കാര്യങ്ങളാണ് നാം സത്യം ചെയ്ത് പറയുന്നതെങ്കിൽ അത് നമ്മുടെ വീട്ടിലോട്ട് വരും. എന്നിട്ട് വീട്ടിൽ കയറുമ്പോൾ ആട്ടിയിട്ട് കാര്യമൊന്നുമില്ല. ചില നമ്മുടെ പെന്തക്കോസുകാരുടെ പണിയുണ്ട്, പോരാട്ടം പോകാൻ വേണ്ടി വീട്ടിലോട്ട് കയറുമ്പോൾ തിരിഞ്ഞ് എന്ന് പിശാചെന്നും പറഞ്ഞ് അങ്ങോട്ട് ഓടിക്കും. പുള്ളി അതിനകത്ത് അകത്ത് കയറി ഇരിക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളായി. പിന്നെ ഇവിടെ ഇരുന്ന് ആട്ടിയിട്ട് കാര്യമുണ്ടോ? സ്തോത്രം, ഹല്ലേലൂയ. നമ്മൾ വിശ്വാസി വന്നാൽ അഡ്വാൻസ് ആയിട്ടിരിക്കണം നല്ല രീതിയിൽ. സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. അത് അവൻ്റെ വീട്ടിലോട്ട് വന്നിട്ട് എന്ത് ചെയ്യുമെന്നാ പറഞ്ഞേ? വായിച്ചേ. അത് അവന്റെ വീട്ടിനകത്ത് വന്ന് താമസിച്ച് അതിനെ മരവും കല്ലുമായി അത് വീട്ടിൽ വന്നിരുന്ന് താമസിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ വീടിനെ കർത്താവിൻ്റെ രക്തത്താൽ മുദ്രയിട്ട് പ്രാർത്ഥിക്കണം. നമ്മളെ മുദ്രയിട്ട് പ്രാർത്ഥിക്കണം. ആവശ്യമില്ലാത്തതൊന്നും വീട്ടിലോട്ട് വരാതിരിക്കാൻ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവ് നമ്മെ മുദ്രയിടണം. യേശുവിൻ്റെ രക്തത്താൽ മുദ്രയിടണം. സ്തോത്രം, ഹല്ലേലൂയ. ഇന്നൊരാലോചനയായിട്ട് ഏറ്റെടുക്കണം കേട്ടോ. നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് നമ്മുടെ വീട്ടിൽ നമ്മൾ പറയണ്ട. അവന് കയറാനുള്ള സാധ്യതയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ശ്രദ്ധിക്കണേ. സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ കത്തോലിക്കരുടെ സ്കൂളിലാണ് പഠിച്ചത്. അപ്പോൾ അവിടെ ഈ സ്നേഹസാന എന്ന് പറയുന്നൊരു മാസികയുണ്ട്. അപ്പോൾ ആ മാസികയ്ക്കകത്തൊക്കെ വരുന്നൊരു കഥയുണ്ട്. അതിങ്ങനെ എഴുതിയിരിക്കുന്ന ഒരുത്തനൊരു വീട് വിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് വില കുറച്ച് തന്നേക്കാമെന്ന് പറഞ്ഞു. പക്ഷേ എന്താ വില കുറച്ച് തരുന്നത്? പക്ഷേ എനിക്കൊരു ഇത് ചെയ്യണം. അതിൻ്റെ കയറി വരുന്ന മുറിയുടെ ഒരു ഭിത്തിയിൽ എനിക്കൊരു ആണി അടിക്കാനുള്ള സ്ഥലം തരണം. ബാക്കിയുള്ളതെല്ലാം നിങ്ങളെടുത്തു. വളരെ വില കുറച്ച് തരാം, ആണി അടിക്കാനുള്ള സ്ഥലം. അവർ നോക്കിയപ്പോൾ കോള് ലക്ഷങ്ങൾ കൊടുക്കേണ്ട വീടാണ്. അപ്പം വില കുറഞ്ഞ് കിട്ടുക. അത് ഒരു ആണി അടിച്ചെന്നോർത്ത് ആ ആണിയിലുള്ള അധികാരം മുഴുവനും ആർക്കാണ്? ഈ പുള്ളിക്കാണ്. ആ ആണിയിൽ എന്ത് പുള്ളിക്ക് ചെയ്യാം? കുഴപ്പമില്ലെന്ന് പറയും. നമ്മൾ പലരും കേട്ടിട്ടുള്ള സന്ദർഭവിധമായിട്ട് പറഞ്ഞെന്നുള്ളേ ഉള്ളൂ. സമ്മതിച്ച് ഇതെല്ലാം കഴിഞ്ഞ് പുള്ളി ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കും ആണി എവിടെ ഉണ്ടോ എന്ന്. ആണിയുണ്ട്, വളരെ സന്തോഷം, ചേട്ടനോട് ബൈ ഒക്കെ പറഞ്ഞു. അവസാനം പുള്ളി ആണിയെ കൊണ്ടുവന്നൊരു സഞ്ചി തൂക്കി. കുറേ കഴിഞ്ഞപ്പോൾ കുഴപ്പമില്ല. കുറേ നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ആ സഞ്ചിക്കകത്തോട്ട് പുള്ളി കുറേ സാധനങ്ങൾ കൊണ്ടുപോയിട്ട്, ചീഞ്ഞ സാധനങ്ങൾ. ആണിയുടെ മൊത്തം അധികാരം ആ ആണി കൈവശം വെച്ച് അനുഭവിക്കാൻ അധികാരമുള്ളവനാണ് ഇവന്. അതിലൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ആരാധനത്തിലെ ക്ലോസാണ്, കഥയാട്ടോ. അപ്പം അവസാനം ഈ വീട്ടിൽ അവർക്ക് താമസിക്കാൻ പറ്റാതെയായി. ചുരുക്കം അത്രയേ ഉള്ളൂ. ഒരു ആണിയാണ് നമ്മൾ അനുവദിച്ചത്. അവസാനം അവർ വീട് വിട്ട് പോകേണ്ടി വന്നു. നമ്മൾ ശ്രദ്ധിക്കണം. ചില ആണികളൊക്കെ നമ്മുടെ വീടുകളിലേക്ക് അറിയാതെ വരും കേട്ടോ. അതിനിടം നമ്മൾ കൊടുക്കരുത്. ഹല്ലേലൂയ. അതിനിടം കൊടുത്താൽ എന്നാ കുഴപ്പം? ഹല്ലേലൂയ. ചിലപ്പോൾ ചില കാര്യങ്ങൾ ഞാൻ ഒരിക്കൽ എൻ്റെ ഒരു സഹോദരനാണ്, അവരെല്ലാം പള്ളിയിലാണ്. അപ്പോൾ എൻ്റെ അപ്പൻ്റെ പെങ്ങളുടെ ഒരു മോന് ഇവിടുന്ന് എൻ്റെ വേറൊരു അപ്പൻ്റെ പെങ്ങളുടെ മോൻ മറ്റേ പെങ്ങളുടെ മോന് കൊടുക്കാൻ വേണ്ടി ഞാൻ തിരുവല്ലായിക്ക് പോവുക. എന്നോട് പറഞ്ഞു ഒരു ഫോറിൻ പ്രത്യേക സൈസ് കള്ളുണ്ട്, അതെങ്ങാണ്ടൊന്ന് കിട്ടിയത്, അത് ഇവനെ കൊടുക്കാൻ വേണ്ടി എന്ത് ചെയ്യുകയാണ്, വിദേശത്തു നിന്നെങ്ങാണ്ട് വന്നത്, നീ അങ്ങോട്ട് പോവുകയാണെങ്കിൽ അങ്ങ് കൊടുത്തേക്കാൻ പറഞ്ഞു. അത് പിടിച്ചാൽ അത് കേസും ആവും. ഞാൻ നേരെ പറഞ്ഞു, മോനെ
എനിക്ക് ഇതും കൊണ്ട് പോകാൻ പറ്റും. ഞാൻ വണ്ടി പോകുന്നുണ്ട്, എല്ലാം കാര്യം ശരിയാണ്, വണ്ടിയിലിരുന്നോളും, വല്ല കേക്കോ വല്ല സാധനമായിട്ട് ഞാൻ കൊടുക്കാമായിരുന്നു. ഈ സാധനം കൊണ്ട് ഞാൻ പോയി എൻ്റെ വണ്ടി പോലീസ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. സ്തോത്രം. ആരെങ്കിലും എന്തെങ്കിലും തന്നാലോ പൊതിയോ ഇതൊന്നും കൈമാറി കൊണ്ടു കിടക്കരുത് കേട്ടോ. ഇപ്പം അതുപോലത്തെ കാര്യങ്ങൾ ഒത്തിരി ഉണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ശ്രദ്ധിക്കണേ. അപ്പം നമ്മുടെ ഈ ആണി അടിക്കുന്ന, നമ്മൾ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുക, ഈ ആണി അടിക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതിന് നമ്മൾ ഇടം കൊടുക്കരുത്. സ്തോത്രം. ഹൃദയപൂർവ്വം സത്യം സംസാരിക്കുകയും നാവുകൊണ്ട് കുരുള പറയാതെയും കൂട്ടുകാരന് ദോഷം ചെയ്യാതെയും കൂട്ടുകാരന് അപമാനം വരുത്താതെയും ഇരിക്കുന്നവൻ. സ്തോത്രം. ലേവ്യ പുസ്തകം 19:16 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിച്ച്. സ്തോത്രം. ലേവ്യർ 19:16 മുതലുള്ള വാക്യങ്ങൾ. നാവുകൊണ്ട് കുരുള പറയാതെയും തൻ്റെ കൂട്ടുകാരനോട് ദോഷം ചെയ്യാതെയും കൂട്ടുകാരന് അപമാനം വരുത്താതെയും. നമ്മൾ വളരെ ഈ കാര്യം ശ്രദ്ധിക്കണം. ദൈവമക്കൾക്ക് വായിച്ചോ മോളെ. ലേവ്യ പുസ്തകം 19:16. നിന്റെ ജനത്തിന്റെ ഇടയിൽ ഏഷണി പറഞ്ഞ് എന്ത് ചെയ്യരുത്? നടക്കരുത്. നിന്റെ ജനത്തിന്റെ ഇടയിൽ. ഹല്ലേലൂയ. പ്രമാണം, ദൈവം പ്രമാണം കൊടുക്കുമ്പോൾ പറയുക, നിന്റെ ദൈവജനത്തിൻ്റെ ഇടയിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയരുത്. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ കാര്യങ്ങൾ പോലും തീർന്നിട്ടില്ല, നമുക്ക് എന്തോരം കാര്യങ്ങളാണ്. നിന്റെ ജനത്തിന്റെ ഇടയിൽ ഏഷണി പറഞ്ഞ് നടക്കരുത്. പിന്നെ കൂട്ടുകാരന്റെ മരണത്തിനായി നിഷ്കരിക്കരുത്. കൂട്ടുകാരന്റെ മരണത്തിനായി നിഷ്കരിക്കരുത്. ഞാൻ യഹോവയാകുന്നു. സഹോദരനെ നിന്റെ ഹൃദയത്തിൽ ദോഷിക്കരുത്. സഹോദരനെ നിന്റെ ഹൃദയത്തിൽ എന്ത് ചെയ്യരുത്? എല്ലാവരും ഇവിടെ ആയിരിക്കണേ. സഹോദരനെ നിന്റെ ഹൃദയത്തിൽ എന്ത് ചെയ്യരുത്? ദ്വേഷിക്കരുത്. ചിലർക്ക് ഭയങ്കര ദേഷ്യമാണ്, പുറമേ ചിരിക്കുന്നുണ്ടെങ്കിലും അങ്ങ് ദേഷ്യമാണ്. വചനം പറയുന്നു, സഹോദരനെ നിന്റെ ഹൃദയത്തിൽ എന്തെങ്കിലും ഭാരവും പ്രയാസവും ഉണ്ടെങ്കിൽ അതെല്ലാം അങ്ങ് മാറിക്കോളും. സഹോദരനെ നിന്റെ ഹൃദയത്തിൽ എന്ത് ചെയ്യരുത്? അമ്മ പെറ്റ സഹോദരൻ മാത്രമല്ല കേട്ടോ, നമ്മളെല്ലാം സഹോദരന്മാരാ. സഹോദരനെ ഹൃദയത്തിൽ ദ്വേഷിക്കരുത്. പിന്നെ കൂട്ടുകാരന്റെ പാപം നിന്റെ മേൽ വരാതിരിപ്പാൻ അവനെ വിവേകപൂർവം എന്ത് ചെയ്യണം? ശാസിക്കണം. ഒരുത്തനെ പാപം ചെയ്യുകയാണ്, അതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ അത് നിന്റെ മേൽ വരാതിരിക്കാൻ നീ അവനെ എന്ത് ചെയ്യണം? ശാസിക്കണം. ഹല്ലേലൂയ. നീ അവനെ ശാസിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. ഈയിടെ കൊച്ചിയിൽ ഒരു കടക്കാരൻ്റെ അടുക്കൽ നിന്ന് 80 ലക്ഷം രൂപയാണ് തട്ടിച്ചെടുത്തുകൊണ്ട് പോയ ആളെ കിട്ടി. അപ്പം 80 ലക്ഷം രൂപ തട്ടിച്ചെടുത്തതെന്ന് വെച്ചാൽ 1,20,00,000 രൂപ കൊടുക്കാമെന്നും പറഞ്ഞാൽ അവർ ആദ്യം ചെയ്ത് 1,20,00,000 രൂപ. ഞാൻ ഏതോ വാർത്ത വായിച്ചതാണ്. അപ്പോൾ ഈ ആളുകൾ ആ നോട്ടരട്ടിപ്പിന് വേണ്ടി എന്ത് ചെയ്യുക? കാര്യങ്ങൾ ചെയ്യുക. ഇങ്ങനെയുള്ള താൽക്കാലിക ലാഭങ്ങളെല്ലാം എന്ത് ചെയ്യും? നഷ്ടത്തിലേക്ക് വരും. താൽക്കാലിക ലാഭങ്ങളെല്ലാം നഷ്ടത്തിലേക്ക് വരും. അതുകൊണ്ട് അങ്ങനെയുള്ള ഏതെങ്കിലും കേസ് കിട്ടിയാൽ അവൻ്റെ ശാപം നിന്റെ മേൽ വരാതിരിക്കേണ്ടതിന് നീ അവനെ വിവേകപൂർവ്വം എന്ത് ചെയ്യണം? ശാസിക്കണം. പ്രതികാരം ചെയ്യരുത്. നിന്റെ ജനത്തിന്റെ മക്കളോട് പക വെക്കരുത്. പ്രതികാരം ചെയ്യരുത്. സ്തോത്രം. ഹല്ലേലൂയ. പ്രതികാരം ചെയ്യരുത്. ഹല്ലേലൂയ. നമ്മൾക്കെന്തിനാ? കഴിഞ്ഞ ദിവസം എന്നോട് ഒരു സഹോദരി, നമ്മുടെ സെൻട്രൽപ്പെട്ട ഇവിടെ ഉള്ളതല്ല, സഹോദരി പറഞ്ഞു, ഞാൻ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ പ്രതികരിക്കും, പാത്രമൊക്കെ ഞാൻ തല്ലി പൊട്ടിക്കും. ഇതൊരു കേവലമായിപ്പോയി. സഹോദരി പറയുക, പാസ്റ്റർ എൻ്റെ തെറ്റുണ്ട്, ഞാൻ പാത്രമൊക്കെ ഇവിടെ ആരും പൊട്ടിക്കത്തില്ലല്ലോ, പ്രൈസ് ദി ലോർഡ്, പാത്രമൊക്കെ ഞാൻ എന്ത് ചെയ്യും? അറിയാതെ പൊട്ടുന്നതല്ല പറഞ്ഞേ. ഭർത്താവ് എന്തെങ്കിലും ദേഷ്യം വരുമ്പോൾ കൈ കിട്ടുന്ന പാത്രം അവൾ തല്ലി പൊട്ടിക്കും. എന്നിട്ട് സമാധാനമില്ലെന്ന് പറയുക. പിന്നെ സമാധാനം, അവൻ തല്ലി പൊട്ടിക്കുമ്പോൾ അവൻ്റെ പ്രതികരണം അങ്ങനെ ആയിരിക്കും. പിന്നല്ലോ ഇപ്പം പിള്ളേരും അനുസരിക്കുന്നില്ലെന്നാണ് പറയുന്നത്. ഇവർ തമ്മിൽ ഇങ്ങനെ ഉണ്ടാക്കുന്ന കാരണം പിള്ളേരും അവരെ എന്ത് ചെയ്യുന്നില്ല? ആരാന്നൊന്നും എന്നോട് ചോദിക്കണ്ടേ, കാരണം പിന്നെ ഞാൻ പോഷ്ക്ക് പറയാൻ ഇടവരരുത്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, ഇവർ തമ്മിൽ വഴക്കുണ്ടാക്കിയാൽ ഈ തലമുറ എങ്ങനെയാണ് വളർന്നു വരുന്നത്? തലമുറ ഇത് കണ്ടല്ലേ വളർന്നു വരുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. തലമുറ ആ രീതി വളർന്നു വരും. സ്തോത്രം. അതുകൊണ്ട് നിന്റെ ജനത്തോട് എന്ത് ചെയ്യരുത്?
പ്രതികാരം നമ്മൾ ചെയ്യരുത്. പ്രതികാരം ചെയ്യാൻ നമ്മളെ ഏൽപ്പിച്ചിട്ടില്ല. പ്രതികാരം ആരോടും പ്രതികാരം ചെയ്യാൻ, എന്തെങ്കിലും പ്രതികാരം ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുക. കർത്താവ് കാര്യം നന്നായിട്ട് ചെയ്യുകയല്ലേ. ഹല്ലേലൂയ. ഈ ദൂതൊന്ന് ഏറ്റെടുക്കണം കേട്ടോ. ആരും ആരോടും പ്രതികാരം ചെയ്യരുത്. പ്രതികാരം നീ ചെയ്യാൻ പോയാൽ നിനക്ക് വേണ്ടി ദൈവം പ്രതികാരം ചെയ്യുകയില്ല. കാരണം നീ ഓൾറെഡി ചെയ്തു. ഹല്ലേലൂയ. ഏതെങ്കിലും ഒരു കാര്യം ചെയ്തു എന്ന് നമ്മൾ ഇങ്ങനെ പരസ്യപ്പെടുത്തുവാണെങ്കിൽ അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയെന്നാണ് പറയുന്നത്. പ്രതിഫലം കിട്ടിപ്പോയെന്ന് വെച്ചാൽ നീ ഇത്രയും കാര്യം ചെയ്തു എന്നുള്ള കാര്യം 4 ആളുകളുടെ മുമ്പിൽ ഒരു പേര് നിനക്ക് കിട്ടി, അതുകൊണ്ട് ആശ്വസിച്ചാൽ മതി. എന്നാൽ നീ അറിയാതെയാണ് ചെയ്യുന്നെങ്കിൽ, നീ രഹസ്യത്തിൽ ചെയ്യുന്ന കാര്യം സ്വർഗസ്ഥനായ പിതാവ് കണ്ടിട്ട് നിനക്ക് പ്രതിഫലം തരാനിടയായിത്തീരും. അതുകൊണ്ട് ഇന്ന് പകലിൽ പ്രതികാരം എന്നുള്ളൊരു കാര്യം നമ്മുടെ ഡിക്ഷണറിയിൽ നിന്ന് പോകണം. പ്രതികാരം എന്ന് പറയുന്നത് നമ്മുടെ ഡിക്ഷണറിയിൽ നിന്ന് പോകണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്കത് അതാര് പറഞ്ഞതാ? ദൈവം പറഞ്ഞതാ. ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റുമോ ദൈവകരങ്ങളിൽ? ഈ ഒറ്റ വാക്യമെങ്കിലും ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മളെ ദൈവത്തിന് അനുഗ്രഹിക്കാൻ പദ്ധതിയുണ്ട്, പക്ഷേ നമ്മളൊന്നും ഏറ്റെടുക്കുകയല്ല, അനുസരിക്കത്തില്ല. ഇല്ലെങ്കിൽ നമ്മൾ പ്രസംഗം നല്ലതായിരുന്നല്ലേ ചീത്തയായിരുന്നെന്ന് പറഞ്ഞു വെച്ച് പോകും. ദൈവത്തിന് നമ്മളെ അനുഗ്രഹിക്കണമെങ്കിൽ പ്രതികാരം ചെയ്യരുത്. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ ശ്രദ്ധിക്കണമേ. സ്തോത്രം. ഹല്ലേലൂയ. കൂട്ടുകാരനോട് ദോഷം ചെയ്യാതെയും കൂട്ടുകാരന് അപമാനം വരുത്താതെ ഇരിക്കുന്നവൻ. 4-ാം വാക്യം, വഷളനെ എന്ത് ചെയ്യുക? നിന്ദ്യനായി എണ്ണുക. വഷളനെ നമ്മുടെ വീട്ടിൽ കയറ്റി വെച്ചുകൊണ്ടിരിക്കരുത്. ദൈവനാമം ദുഷിക്കപ്പെടുന്നവനെ, അങ്ങനെയുള്ള വഷളനെ നിന്ദ്യനായി എണ്ണുകയും യഹോവ ഭക്തന്മാരെ ബഹുമാനിക്കുകയും ചെയ്യുന്നവൻ. ഹല്ലേലൂയ. യഹോവ ഭക്തന്മാരെ നമുക്ക് ബഹുമാനിക്കാൻ കഴിയണം. ദൈവമക്കളെ ബഹുമാനിപ്പാൻ കഴിയണം. സ്തോത്രം. ഹല്ലേലൂയ. ഇങ്ങനെ ചെയ്യുന്നവൻ, പിന്നെ താഴോട്ട് വായിക്കുന്നത് തൻ്റെ ദ്രവ്യം പലിശയ്ക്ക് കൊടുക്കാതെ അങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ ചെയ്യുന്നവൻ എന്തു ചെയ്യും? അവനോടുകൂടെ വസിക്കും, ദൈവത്തോടുകൂടെ വസിക്കും. ഇന്ന് പകൽക്കാലത്തെ രാവിലത്തെ ശുശ്രൂഷയിൽ നമുക്ക് ഏറ്റെടുക്കേണ്ടതായ ആലോചനകൾ നമ്മൾ ഏറ്റെടുക്കണം. നമുക്ക് ഏറ്റെടുക്കേണ്ടത് മാത്രം നമ്മൾ ഏറ്റെടുത്താൽ മതി. അവിടെ ഇവിടെ ഒന്നും ഏറ്റെടുക്കണ്ട. ഹല്ലേലൂയ. അവിടെ ഇവിടെ ഒന്നും ഏറ്റെടുക്കാം. നമുക്ക് എടുക്കേണ്ട ഏതെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എടുക്കുക, ഇല്ലാത്തത് തള്ളിക്കളയുക. ദൈവം നമ്മെ സഹായിക്കട്ടെ. സാക്ഷ്യങ്ങൾക്കുള്ള സമയമാണ്. ഹല്ലേലൂയ. കുഞ്ഞുങ്ങളെല്ലാം മുമ്പോട്ട് വന്നേ. ഹല്ലേലൂയ. കുഞ്ഞുങ്ങളെല്ലാം പുറകിലാണല്ലോ. എല്ലാവരും മുമ്പോട്ട് വാ. ആരാ പാട്ട് പാടുക?